എന്ന് ഒരു മടിയുമില്ലാതെ ഒരു തടസ്സവുമില്ലാതെ ഈ മനുഷ്യരതാ മറുപടി പറയുകയാണ്. ആ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ പിന്നാലെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആ മനുഷ്യന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല, ഒരു പ്രയാസവും ഉണ്ടാകുകയില്ല. ഈ ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി പറഞ്ഞു കഴിയുമ്പോൾ ഇടുങ്ങിയ കബറതാ വിശാലമാകാൻ തുടങ്ങുകയാണ്. കണ്ണെത്താ ദൂരത്തോളം ആ കബർ വിശാലമാകുമെന്നാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കബർ കുഴിച്ചു കഴിഞ്ഞാൽ ആ കബറിൽ അവിടുത്തെ വിശാലത കാണാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബർസഖ് എന്ന് പറയുന്നത് വേറൊരു ലോകമാണ്. ആ ലോകത്തേക്കുള്ള ഒരു കവാടം മാത്രമാണ് കബർ. കബറിന്റെ ശിക്ഷയെ നിഷേധിക്കുന്നവരുണ്ട്, ആ ഹദീസുകളെ നിഷേധിക്കുന്നവരുണ്ട്. പടച്ചവൻ തന്ന ലളിതമായ, പടച്ചവൻ തന്ന പരിമിതമായ ബുദ്ധി ഉപയോഗിച്ചിട്ട് പ്രിയപ്പെട്ടവരെ ബർസഖിനെ ലോജിക്കലായി വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല. ഖബർ എന്ന് പറയുന്നത് ആ ലോകത്തേക്കുള്ള ഒരു പ്രവേശന കവാടം മാത്രമാണ്. പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ ശിക്ഷ അനുഭവിക്കുന്നതും രക്ഷ അനുഭവിക്കുന്നതും ആത്മാവാണ്. ശരീരം മണ്ണോട് ചേരുന്നതാണ്. ആ ആത്മാവിന്റെ മുന്നിലേക്ക് ഖബറതാ വിശാലമാക്കപ്പെടുകയാണ്. എന്നിട്ട് ഈ മനുഷ്യന് അല്ലാഹ് ആ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ആ സ്വർഗ്ഗത്തിൽ നിന്നുള്ള സുന്ദരമായ പരിമളങ്ങളും സൗരഭ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ മനുഷ്യനെങ്ങനെ ആ ഖബറിൽ കിടന്നുറങ്ങുമെന്നാണ് എല്ലാ രാവിലെയും വൈകുന്നേരങ്ങളിലും ഖബറാളികൾ വിളിച്ചുണർത്തപ്പെടുമെന്നാണ്. അവരുടെ രക്ഷയും ശിക്ഷയും കാണിച്ചു കൊടുക്കാൻ ഈ മനുഷ്യൻ തന്റെ സ്വർഗം കാണുമ്പോൾ പറയുന്ന ഒരേ ഒരു വാക്ക് എന്താണ്? അല്ലാഹുവേ, എന്താണ് ലോകം അവസാനിക്കാത്തത്? എന്താണ് ഖിയാമത്ത് നാളാവാത്തത്? റബ്ബേ, എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്, എന്റെ ഗ്രഹങ്ങളിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് എനിക്ക് മടങ്ങി പോകേണ്ടതുണ്ട് എന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ ഖബറിൽ കിടന്ന് ധൃതി കൂട്ടുമെന്നാണ്. ഇന്നും ഖബറിൽ കിടന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തും നല്ല മനുഷ്യരുടെ ആത്മാക്കൾ ഖബറിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ ഖിയാമത്ത് നാളാക്കണേ, അല്ലാഹുവേ അന്ത്യനാള് സമർപ്പിക്കണേ എന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും അവർ ആ ഖബറിൽ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഖബറിൽ അവർ സമാധാനത്തോടെ ശാന്തിയോടെ കിടന്നുറങ്ങുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ മറ്റൊരു മരണത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മനുഷ്യനും മരിക്കാൻ കിടക്കുകയാണ്. എവിടെയായിരിക്കും? പല സ്ഥലങ്ങളിലായിരിക്കും, അറിയില്ല. എവിടെയാണ് അല്ലാഹു നിശ്ചയിച്ചതെന്ന് അറിയില്ല. എന്നാൽ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ചുറ്റിലുള്ള മനുഷ്യരുടെ മുഖങ്ങൾ മറയുകയാണ്. പകരമായി ആ മനുഷ്യൻ കാണുന്നത് എന്താണ്? കറുകറുത്ത മുഖങ്ങളല്ല, പേടിപ്പിക്കുന്ന ഭയാനകമായ രൂപങ്ങളല്ല, കണ്ണെത്താ ദൂരത്തോളം തന്നെ കാത്തിരിക്കുന്ന, തന്റെ ആത്മാവൊന്ന് വിട്ടുകിട്ടാൻ വേണ്ടി, തന്റെ ആത്മാവുമായി ഭയാനകമായ ശിക്ഷയിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന അതിവിരൂപന്മാരായ മലക്കുകളെയാണ് ഈ മനുഷ്യൻ കാണുക. അവരെങ്ങനെ കാത്തിരിക്കുകയാണ് മലക്കുൽ മൗത്തിന്റെ വരവിന് വേണ്ടി. അതാ മലക്കുൽ മൗത്ത് വരുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അല്ലാഹു മലക്കുൽ മൗത്തിന്റെ രണ്ട് രൂപത്തെയും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മോശമായ ഒരു മനുഷ്യന്റെ രൂപത്തെ കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വല്ലാതെ ബേജാറായിട്ടുണ്ട്, വെപ്രാളപ്പെട്ടിട്ടുണ്ട്. ആ മനുഷ്യന്റെ ഭയാനകമായ രൂപത്തിൽ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ഈ മനുഷ്യന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ആക്രോശിക്കുകയാണ്, പറയുകയല്ല, ആക്രോശിക്കുകയാണ്. എന്താണ്? യാ അയ്യതുഹൻ നഫ്സുൽ ഖബീഥ, അല്ലയോ നശിച്ച ആത്മാവേ, അല്ലയോ സമാധാനമില്ലാത്ത ആത്മാവേ, അല്ലയോ ശാന്തി നിഷേധിക്കപ്പെട്ട ആത്മാവേ, പുറത്തേക്ക് വരാനുള്ള സമയമാണ്. ഉഖ്റുജ്, നീ പുറപ്പെടുക, പുറത്തേക്ക് വരിക. വലൗ തറാ إذ الظالمون في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. അക്രമകാരികളായ ആളുകളെ, നിങ്ങളുടെ മരണത്തിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ ചുറ്റിലുമതാ മലക്കുകൾ നിൽക്കുകയാണ്, അവരുടെ കൈകൾ നീട്ടുകയാണ്. എന്തിനാണ്? നിങ്ങളുടെ ആത്മാക്കളെ അവർക്ക് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയാണ്. വിട്ടുകിട്ടിയാൽ ആ നിമിഷം മുതൽ നിങ്ങൾക്ക് ക്രൂരമായ അദാബിന്റെ ദിവസങ്ങളാണ്, അതിക്രൂരമായ ശിക്ഷയുടെ ദിവസങ്ങളാണ്. ആ മലക്കുകൾ ഇങ്ങനെ പുറത്തുനിന്ന് ആക്രോശിക്കുന്നതാണ്. അഖ്രിജൂ അൻഫുസകും, നിങ്ങളൊന്ന് പുറത്തേക്ക് വരിക. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്നേ ദിവസം ഹീനമായ ശിക്ഷ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ അനുഭവിപ്പിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മലക്കുകൾ
മലക്കുകളുടെ ഭയാനകമായി ആക്രോശം കേൾക്കുമ്പോ, മലക്കുകളുടെ ഭയാനകമായി ശബ്ദം കേൾക്കുന്ന സമയം ആ മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്തേക്ക് ആത്മാവ് ചൂടിപ്പോകുമെന്നാണ്, ആത്മാവ് ചുരുണ്ടുപോകുമെന്നാണ്. അടിയിലൂടെയും ഇടിയിലൂടെയും ആക്രോശത്തിലൂടെയും ആ ആത്മാവിന്റെ ശരീരത്തിൽ നിന്ന് മലക്കുകൾ പുറത്തേക്ക് പറിച്ചെടുക്കുമെന്നാണ്. ആ ആത്മാവ് പുറത്തേക്ക് വരുന്ന നിമിഷം അള്ളാഹുവിന്റെ മലക്കുകൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന വൃത്തികെട്ട ദുർഗന്ധം കൊണ്ട് ആ സ്ഥലം മുഴുവൻ മുഖരിതമാകുമെന്നാണ്. ആകാശഭൂമികളിലുള്ള ഒന്നും അവർക്ക് വേണ്ടി കരയുന്നതല്ല, ആർക്കും അവർക്ക് വേണ്ടി സഹകരിക്കുന്നതല്ല, ആർക്കും അവരോട് യാതൊരു സന്താപവും ഉണ്ടാകുന്നതല്ല. ഈ ആത്മാവിനെയും കൊണ്ട് മലക്കുകൾ ആകാശ ലോകത്തേക്ക് യാത്രയാകുമ്പോൾ ആകാശത്തിലെ മലക്കുകൾ മുഴുവൻ ശപിക്കുകയാണ്, ഇയാൾക്ക് ലഅനത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ മലക്കുകൾ ചോദിക്കുകയാണ്, ആരാണ് ഇയാൾ? എന്താണ് ഇയാളുടെ ആത്മാവിൽ ഇത്ര വൃത്തികെട്ട ദുർഗന്ധം വമിക്കുന്നത്? അതാതിന്റെ മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, എന്നാൽ ഇന്ന മനുഷ്യന്റെ മകനാണ്, എന്നാൽ ഇന്ന മനുഷ്യന്റെ മകനാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വാപ്പമാരെ, നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുന്നവരായിരിക്കാം, നിങ്ങൾ സുന്നത്ത് നോമ്പ് എടുക്കുന്നവരായിരിക്കാം, നിങ്ങൾ ഒരുപാട് നേരം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരായിരിക്കാം, നിങ്ങൾ ഒരുപാട് നേരം ഖുർആൻ ഓതുന്നവരായിരിക്കാം, കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പാപമോചനം തേടുന്നവരായിരിക്കാം. പക്ഷെ നിങ്ങളുടെ മക്കൾ പിഴച്ചുപോയാൽ ഈ രീതിയിലാണ് നിങ്ങളുടെ മക്കളുടെ ആത്മാക്കളെ ആകാശ ലോകത്തേക്ക് കൊണ്ടുപോകപ്പെടുന്നതെങ്കിൽ ആകാശ ലോകത്ത് നിന്ന് അദാബിന്റെ മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്നതാണ്, ഷമീമിന്റെ മകനാണ്, മുഹമ്മദിന്റെ മകനാണ്, ഖാദറിന്റെ മകനാണ്, മുഹമ്മദ് അലിയുടെ മകനാണെന്ന് ആ മലക്കുകൾ, അദാബിന്റെ മലക്കുകളോട് പറഞ്ഞു കൊടുക്കുകയാണ്. വല്ലാത്തൊരു അപമാനമാണ് പ്രിയപ്പെട്ടവരേത്. അങ്ങനെ ഈ മനുഷ്യന്റെ ആത്മാവുമായി ആകാശ ലോകത്തെത്തുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത് വകദാലിക നജ്സിൽ മുജ്രിമീൻ. ഈ കുറ്റവാളിക്ക് വേണ്ടി ഒരിക്കലും ആകാശത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്നതല്ല. ഒട്ടകം സൂചിയുടെ തുണയിലൂടെ കടക്കാത്തതുപോലെ അവന്റെ സ്വർഗപ്രവേശവും അസംഭവ്യമാണെന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു വെക്കുകയാണ്. ആ ആത്മാവിനെ മലക്കുകൾ അവിടെ നിന്ന് വലിച്ചെറിയുമെന്നാണ്. ഒരിക്കലും ബഹുമാനത്തോടെ കൊണ്ടുവരികയില്ല ചെയ്യുക, വലിച്ചെറിയുകയാണ് ചെയ്യുക. അതേസമയം ഈ മനുഷ്യന്റെ ശരീരവുമായി ആളുകൾ പുറപ്പെട്ടിട്ടുണ്ടാവും. ആ ശരീരം അതാ വിലപിക്കുകയാണ്, ആ ശരീരം ചോദിക്കുകയാണ്, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? എന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ ഇറക്കി കൊണ്ടുപോകുന്നത്? എന്നെ നിങ്ങൾ കൊണ്ടുപോകരുത്, എന്നെ നിങ്ങൾ കൊണ്ടുപോകരുതെന്ന് ഈ മയ്യത്ത് ഉറക്കെ വിലപിക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ജിന്നുകളും ഒഴികെ ബാക്കിയുള്ള സകല മൃഗങ്ങളും ആ മയ്യത്തിന്റെ വിലാപം കേൾക്കുമെന്നാണ്. ആ മയ്യത്തിന്റെ ദാരുണമായ വിലപിക്കൽ കേൾക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഈ മനുഷ്യനെ ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ സാധാരണ ഇടയ്ക്കുകയാണ്. രണ്ട് മലക്കുകൾ വരുന്നു. അവരുടെ ചോദ്യത്തിനൊന്നും മറുപടി നൽകാൻ കഴിയാതെ ഈ മനുഷ്യൻ എന്ന് മറുപടി പറയുന്നു. ഈ മനുഷ്യനെ കാണിച്ചു കൊടുക്കുകയാണ്. അയാൾക്ക് തിരിച്ചു പോകാനുള്ള നരകത്തിലേക്കുള്ളൊരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ഈ മനുഷ്യൻ ഖബറിൽ വെച്ച് ഒറ്റ കാര്യം മാത്രമേ പറയുകയുള്ളൂ. എന്താണ്? അല്ലാഹുമ്മ ലാ തഖിമിസ് സാഅ, അല്ലാഹുമ്മ ലാ തഖിമിസ് സാഅ. അല്ലാഹുവേ, അന്ത്യനാൾ അടുപ്പിക്കരുതേ, പടച്ചോനെ ഈ ലോകം അവസാനിപ്പിക്കരുതേ. കാരണം ഇതിലൂടെ കാണുന്ന ഭയാനകമായ നരകത്തിന്റെ അദാബിലേക്ക് പോകാനുള്ള ത്രാണി എനിക്കില്ല റബ്ബേ. അത് കാണുമ്പോ തന്നെ പേടിയാവുകയാണ്. അത് ഭയാനകമാണ് റബ്ബേ എന്ന് ആ മനുഷ്യനതാ ഖബറിൽ വെച്ചങ്ങനെ വിലപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ആ ഖബർ ജീവിതം അവസാനിക്കുന്നത് എപ്പോഴാണ്? സൂറത്ത് യാസീനിൽ അല്ലാഹു പറയുന്നു, വൽഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഒന്നാമത്തെ തവണ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറിലൂടെ ഊതുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുക? പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖറജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ഭൂമിയതാതിന്റെ അവസാനത്തെ പ്രകമ്പനം കൊള്ളുകയാണ്.
പല ഭാഗത്തു നിന്നും ഭൂമി വിണ്ടുകീറുകയാണ്. അതിന്റെ അകത്തുള്ള ലാവകൾ പുറത്തേക്ക് വരികയാണ്. മനുഷ്യൻ അന്താളിച്ച് ചോദിച്ചു പോകുന്നു, വഖാലൽ ഇൻസാനു മാലഹാ, എന്താണ് ഈ ഭൂമിക്ക് സംഭവിക്കുന്നത്? യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. സകല ശാസ്ത്രങ്ങളുടെയും സമവാക്യങ്ങൾ തെറ്റിച്ചുകൊണ്ട് അന്നതാ ഭൂമി സംസാരിക്കാൻ തുടങ്ങുകയാണ്. കാരണം അതിനെ സൃഷ്ടിച്ച റബ്ബ് അതിനോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ആ ഭയാനകമായ സംഭവം റസൂലേ താങ്കൾക്കറിയുമോ എന്താണ് ഖാരിഅ എന്നാൽ? ആ ഖാരിഅ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഇസ്രാഫീൽ ഒന്നാമത്തെ വട്ടം സൂര്യനൂതുമ്പോഴാണ്. യൗമ യകൂനുൻ നാസു കൽഫറാശിൽ മബ്സൂസ്. മനുഷ്യരതാ ഈ ആമ്പാറ്റകളെ പോലെ അന്തരീക്ഷത്തിലാണ്. വതകൂനുൽ ജിബാലു കൽമൻഫൂഷ്. പർവ്വതങ്ങളതാ കമ്പളികൾ പോലെ കുടയപ്പെട്ടിരിക്കുന്നു. ഇദസ്സമാഉ ഫതറത് വഇദൽ കവാകിബു തസറത് വഇദൽ ബിഹാറു സുജ്റത് വഇദൽ ഖുബൂർ ബുഅ്സറത്. കടലതാ ഇളകി മറിയുകയാണ്. നക്ഷത്രങ്ങൾ സ്ഥാനം തെറ്റിക്കൊണ്ട് സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. ആകാശം വിണ്ടുകീറി പോകുകയാണ്. ഇദശംസു കുവ്വിറത് വഇദൻ നുജൂമു കദറത്. സൂര്യന്റെ ശോഭ നഷ്ടപ്പെടുകയാണ്. അന്ന് സൂര്യന് പ്രകാശം ഉണ്ടാവുകയില്ല. ഭൂമി മുഴുവൻ ഇരുളിലേക്ക് മായുകയാണ്. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറ الناس سكارى وما هم بسكارى ولكن عذاب الله شديد. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ രക്ഷിതാവിനെ സൂക്ഷിക്കണേ. അവസാനത്തെ പ്രകമ്പനം എന്ന് പറയുന്നത് അത് ഭയാനകം തന്നെയാണ്. ആ ദിവസം പ്രസവിക്കാറായ ഒട്ടകമറിയാതെ പ്രസവിക്കുകയാണ്. പ്രസവിച്ച ഉടനെയുള്ള കുട്ടികളെ വിട്ടുകൊണ്ട് ഉമ്മമാരോടി പോകുകയാണ്. ജനങ്ങളതാ മത്ത് ബാധിച്ചതുപോലെ, ഭയം കൊണ്ട് ലഹരി ബാധിച്ചതുപോലെ അവരുടെ ഹൃദയം കിടുങ്ങിയിരിക്കുകയാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ആ ഭയാനകമായ ശബ്ദത്തിന്റെ അവസാനം എങ്ങനെയാണ്? എല്ലാം നശിച്ചിട്ടുണ്ടാകും. അതിന്റെ പുറത്തേക്ക് നാഗരികതകളില്ല, കെട്ടിടങ്ങളില്ല, ആഘോഷങ്ങളില്ല, മനുഷ്യരില്ല, മൃഗങ്ങളില്ല, പറവകളില്ല, മത്സ്യങ്ങളില്ല, നക്ഷത്രങ്ങളില്ല, തമോഗർത്തങ്ങളില്ല, ഗ്രഹങ്ങളില്ല, ഒന്നുമില്ല. എല്ലാം ശൂന്യമാണ്. പ്രപഞ്ചം മുഴുവൻ ശൂന്യമാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുന്നേ ഏത് തരത്തിൽ ശൂന്യമായിരുന്നു ഇവിടം, ആ ശൂന്യതയിലേക്ക് തന്നെ ഈ മഹാപ്രപഞ്ചം തിരിച്ചു പോകുന്നതാണ്. അവിടെ പടച്ച റബ്ബ് മാത്രം ബാക്കിയാവുകയാണ്. മഹാനായ കാരുണ്യവാനായ റബ്ബ് മാത്രം ബാക്കിയാവുകയാണ്. അത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, രണ്ടാമത് സൂര്യലൂതുന്നതിന് വേണ്ടി ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം രണ്ടാമത്തെ തവണ സൂര്യലൂതുന്ന സമയം അപ്പോഴാണ് സൂറത്തുൽ യാസീൻ നമ്മൾ നേരത്തെ ഓതി വെച്ച ആയത്ത് വൻഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ആ സൂര്യൽ ഊതുന്ന സമയം മണ്ണായി മാറിയ, എല്ലുകളായി മുരുമ്പിച്ചു പോയ, യാതൊരു അവശിഷ്ടങ്ങളും കണ്ടെത്താൻ കഴിയാത്ത മനുഷ്യരും മൃഗങ്ങളും പറവകളും പാറ്റകളുമെല്ലാം അവരുടെ ഖബറിടങ്ങളിൽ നിന്ന്, അവരുടെ കുടിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് തങ്ങളുടെ രക്ഷിതാവിന്റെ സവിധത്തിലേക്ക് അവരതാ അങ്ങനെ നടന്നു പോവുകയാണ്. സൂറിൽ ഊതപ്പെടുകയാണ്. വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം ഇതാ പുലർന്നിരിക്കുന്നു. അന്നേ ദിവസം ഒരു വഴികാട്ടിയും ഒരു സാക്ഷിയുമായി ഓരോ മനുഷ്യനും ഖബറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുന്നതാണ്. പ്രിയപ്പെട്ടവർ, സൂറത്തുൽ ഖാഫിൽ നമുക്ക് കാണാൻ കഴിയും. ആ വഴികാട്ടി, ആ സാക്ഷിയത അള്ളാഹുവിനോട് പറയുകയാണ്, നാഥ, ഇവൻ ചെയ്ത തെറ്റുകളുടെ മുഴുവൻ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. ഇവൻ ചെയ്ത തെറ്റുകളുടെ മുഴുവൻ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. വകുല്ല ഇൻസാനിൻ അൽസന്നാഹു ത്വായിറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. എവിടെയാണ് ദുഷ്ടഗണം? പ്രിയപ്പെട്ടവരെ,
ദുഷ്ടഗുണം ഒരിക്കലും ഏതെങ്കിലും സ്ഥലത്തല്ല, ഏതെങ്കിലും ഒരു സമയത്തിനല്ല. ഓരോ മനുഷ്യന്റെയും ദുഷ്ടഗുണത്തെ അല്ലാഹു അവന്റെ പിരടിയിൽ അണിയിച്ചിട്ടുണ്ട്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. ആ ദുഷ്ടഗുണത്തെ തുറക്കപ്പെട്ട കിതാബായി അവന്റെ തോളിൽ നിന്ന്, അവന്റെ പിരടിയിൽ നിന്ന് നാം ഇന്ന് പുറത്തേക്ക് എടുക്കുന്നതാണ്. ഇഖ്റഅ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. എന്നിട്ട് അവനോട് പറയപ്പെടുകയാണ്, ഇതാ നിന്റെ ഗ്രന്ഥം നീ ഒന്ന് വായിച്ചു നോക്കുക. നിന്റെ വിചാരണ നടത്താൻ നീ മാത്രം മതിയായവനാണ്, നീ തന്നെ ധാരാളമാണെന്ന് അവനോട് പറയപ്പെടുകയാണ്. ആ ഗ്രന്ഥം അവൻ വാങ്ങിക്കുകയാണ്. فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا. ആ ഗ്രന്ഥമൊന്ന് മറിക്കുമ്പോൾ അവന്റെ മുഖമത കറുപ്പടിക്കുകയാണ്, അവന്റെ മുഖമത മ്ലാനമാകുകയാണ്. എന്നിട്ട് അവൻ അങ്ങേയറ്റത്തെ ഖേദത്തോടെ പറയുകയാണ്, യാ വൈലതനാ, ഞങ്ങളുടെ നാശമേ, മാലി ഹാദൽ കിതാബ്, എന്തൊരു ഗ്രന്ഥമാണിത്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ ഒരു തെറ്റും വ്യക്തമായി എണ്ണിയിട്ടില്ലാതെ ഈ ഗ്രന്ഥം വിട്ടുകളഞ്ഞിട്ടില്ല. വലാ യദ്ലിമു വവജദൂ മാ അമിലൂ ഹാദിറാ. അവന്റെ വ്യഭിചാരങ്ങൾ, അവന്റെ കള്ളച്ചരങ്ങൾ, അവന്റെ കാട്ടിക്കൂട്ടലുകൾ, അവന്റെ ശിർക്ക്, അവന്റെ വിചാരിച്ച് എല്ലാം അവനത് അവന്റെ കൺമുന്നിൽ അങ്ങനെ കാണുകയാണ്. വലാ യദ്ലിമു റബ്ബുക അഹദാ. അന്നേ ദിവസം പടച്ചവൻ ഒരാളോടും അനീതി കാണിക്കുന്നതല്ല. പ്രിയപ്പെട്ടവരെ, ഈ കിതാബ് നൽകപ്പെടുക രണ്ട് രീതിയിലാണ്. സൂറത്തുൽ ഹാഖയിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹു പറയുന്നു, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി. ചില ആളുകൾ മഹ്ശറിൽ ഇങ്ങനെ നിൽക്കുകയാണ്, വിചാരണ കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് അയാളുടെ മുന്നിലേക്ക് മലക്കുകൾ വരുന്നു. എന്നിട്ട് സലാം പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ വലത് കൈയിലേക്ക് കിതാബ് കൊടുക്കുകയാണ്. അവൻ ആ കിതാബ് സന്തോഷത്തോടെ വാങ്ങിക്കുന്നു. എന്നിട്ട് ആ കിതാബ് അവൻ തുറന്നു നോക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്ന വാക്കെന്താണ്? നെടുവീർ, ആശ്വാസത്തിന്റെ നെടുവീർപ്പാണ്. സമാധാനമേ, സമാധാനമേ, എന്റെ ഗ്രന്ഥം ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കണേ, എന്റെ കിതാബ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കണേ. ഇന്നി ദനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ. ഇപ്രകാരം ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു, എനിക്ക് നല്ല ബോധമുണ്ടായിരുന്നു. ആ മനുഷ്യൻ തന്റെ കിതാബുമായി തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുകയാണ്. സന്തോഷത്തോടെ പറയുന്നു, സന്തോഷത്തോടെ അവനവന്റെ കുടുംബത്തിലേക്ക് മടങ്ങി പോകുന്നതാണ്. എന്നാൽ ചില ആളുകൾ മാഷറയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അവരെന്താ വിളിക്കപ്പെടുന്നു, പിറകിൽ നിന്ന് തട്ടി വിളിക്കപ്പെടുന്നു. തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ ഇടത് ഭാഗത്ത് നിന്ന് അവരുടെ ഇടത് കൈയിലേക്ക് ആ ഗ്രന്ഥം നൽകപ്പെടുകയാണ്. ആ ഗ്രന്ഥം വളരെ ബേജാറോടുകൂടി, വെപ്രാളത്തോടുകൂടി ആ മനുഷ്യൻ ഇങ്ങനെ മറിച്ചു നോക്കുന്ന സമയം ആ മനുഷ്യൻ പറയുകയാണ്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. ഈ ഗ്രന്ഥം എന്തിനാണ് നിങ്ങൾ എനിക്ക് തന്നത്? ഇതെനിക്ക് തരാതിരുന്നുകൂടെ? ഇതെനിക്ക് ലഭിക്കാതിരുന്നുകൂടെ? ഈ വിചാരണയെ കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല, ഞാൻ അശ്രദ്ധയിലായിരുന്നു. എന്റെ സമ്പത്ത് എനിക്ക് നഷ്ടപ്പെട്ടു, എന്റെ അധികാരം എനിക്ക് നഷ്ടപ്പെട്ടു. അവനോട് സിമ്പതിയുള്ള ഒരു കൂട്ടുകാരനെയും ആ ഹശറിന്റെ മൈതാനിയിൽ അവനെ കാണാൻ സാധിക്കുന്നതില്ല. പ്രിയപ്പെട്ടവരെ, ഈ കുറ്റവാളി ദൂരെ നിന്ന് നരകത്തെ നോക്കി കാണുമെന്നാണ്, നരകമത ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടുമെന്നാണ്. ആ സമയം ഇവരുടെ പ്രതികരണം എന്താണ്? من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه. ആ നരകത്തിന്റെ ഭയാനകമായ രംഗങ്ങൾ കാണുമ്പോ, ആ നരകത്തിന്റെ ഹൃദയത്തെ മരണിപ്പിക്കുന്ന ഉയർച്ച കേൾക്കുന്ന സമയം ഈ മനുഷ്യൻ പറയുകയാണ്, ലൗ യഫ്തദീ മിൻ അദാബി യൗമിൻ
എന്റെ മക്കളെ ഞാൻ പകരം തരാം റബ്ബേ, എന്റെ ഭാര്യയെ പകരം തരാം, എന്റെ കൂട്ടുകാരനെ പകരം തരാം, ഈ ദുനിയാവിലുള്ള സകല മനുഷ്യരെയും പകരമെടുത്തുകൊണ്ട് ആ നരകത്തിൽ നിന്ന് എനിക്കൊന്ന് മോചനം നൽകാൻ പറ്റുമോ, ആ നരകത്തിൽ നിന്ന് എനിക്കൊന്ന് വിടുതൽ തരാൻ പറ്റുമോ എന്ന് ഈ മനുഷ്യനത ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹം ഉറക്കെ അട്ടഹാസത്തോടെ ഇയാൾ പറയുകയും ചെയ്യുകയാണ്. എന്നാൽ തലയോട്ടികൾ ഉരുക്കി കളയുന്ന നരകത്തിൽ നിന്ന് ഒരിക്കലും അവന് മോചനമില്ല, ഒരിക്കലും അവന് മോചനം നേടാൻ സാധിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിലേക്ക് നരകവാസികളെ കൊണ്ടുപോകുന്ന വിവിധങ്ങളായ രീതികളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരുന്നു. ചില ആളുകളെ മുഖം നിലത്തിട്ട് വലിച്ചേച്ചുകൊണ്ട് കൊണ്ടുപോകുകയാണ്, ചില ആളുകളെ ചങ്ങലകളാൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുകയാണ്, ചില ആളുകളെ അല്ലാഹുവിന്റെ മലക്കുകൾ വലിച്ചെറിയുകയാണ്. ഓരോ വിഭാഗവും നരകത്തിലേക്ക് എത്തുമ്പോ, ഓരോ കൂട്ടവും നരകത്തിലേക്ക് എത്തുമ്പോ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير. ആ നരകം ഇങ്ങനെ തിളച്ചു മറിയുമെന്നാണ്, ആ നരകം കോപം കാരണം തിളച്ചു മറിയുമെന്നാണ്. ആ തിളച്ചു മറിയുന്ന നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ആ നരകത്തിന്റെ കാവൽ മാലാഖമാര് ചോദിക്കുകയാണ്, എന്താണോ നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങൾക്കാരും ഈ നരകത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങൾക്കാരും മുന്നറിയിപ്പ് തന്നിട്ടില്ലേ? അവിടെ കളവ് പറയാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ, അവിടെ നിഷേധിക്കാൻ സാധ്യമല്ല. ഖേദത്തോടുകൂടി നരകവാസികൾ പറയുകയാണ്, വന്നിരുന്നു മുന്നറിയിപ്പുകാർ, ഞങ്ങൾ നിഷേധിച്ചു കളയുകയാണ് ചെയ്തത്, ഞങ്ങൾ നിഷേധിച്ചു തള്ളുകയാണ് ചെയ്തതെന്ന് ഈ നരകവാസികൾ അതാ അവിടുത്തെ കാവൽ മാലാഖമാരോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിൽ وقالت أخراهم لأولاهم ربنا هؤلاء أضلونا فآتهم عذابا ضعفا من النار قال لكل ضعف ولكن لا تعلمون. ഓരോ വിഭാഗവും നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ആ വിഭാഗം അവരുടെ വല്യപ്പാനെ ചീത്ത വിളിക്കുകയാണ്, അവരുടെ ഉപ്പമാരെ ചീത്ത വിളിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവോട് പറയുകയാണ്, ഹൗലായി അദല്ലൂന, അല്ലാഹുവേ ഇവരാണ് നിങ്ങളെ വഴിപിഴപ്പിച്ചത്. ഫാതിഹിം അദാബൻ ദിഫൻ മിനൻ നാർ, അതുകൊണ്ട് അല്ലാഹുവേ ഈ വിഭാഗം ആളുകൾക്ക് ഇരട്ടി ശിക്ഷ നൽകണേ നാഥാ. അല്ലാഹുവിന്റെ മറുപടി എന്താണ്? ഖാല ലികുല്ലിൻ ദിഫുൻ വലാകിൻ ലാ തഅലമൂൻ, എല്ലാവർക്കും ഇരട്ടി ശിക്ഷയുണ്ട്, നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവർ, ഓരോ വിഭാഗവും നരകത്തിലേക്ക് കടക്കുകയാണ്. ഈ ഹശ്റിന്റെ മൈതാനിയിൽ നരകത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചില സംഭാഷണങ്ങളുണ്ട്. ആ സംഭാഷണങ്ങൾ എന്തൊക്കെയാണ്? നേതാക്കന്മാരും അനുയായികളും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമുണ്ട്. അനുയായികളോട് നേതാക്കന്മാര് പറയുകയാണ്, ഞങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. എന്ത് പറഞ്ഞാലും നേതാക്കന്മാരെ അന്ധമായി തഖ്ലീദ് ചെയ്യുന്ന മുഖല്ലിദുകൾക്ക് നാളെ മഹ്ശറയിൽ വെച്ച് സംഭവിക്കാൻ പോകുന്ന ദുരന്തമാണിത്. ആ നേതാക്കന്മാരെ പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. ആ സമയം അവരിങ്ങനെ ചിന്തിച്ചു പോകുകയാണ്, അല്ലാഹുവേ ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നെങ്കിൽ എപ്രകാരമാണോ ഇവർ ഞങ്ങളെ കൈവിട്ടത് അതുപോലെ ഞങ്ങൾ ഇവർ കൈവിടുക തന്നെ ചെയ്യും റബ്ബേ എന്ന് അനുയായികളും നേതാക്കന്മാരും തമ്മിൽ സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ ഹശ്റിന്റെ മൈതാനിയിൽ മുഅ്മിനുകളും മുനാഫിഖുകളും തമ്മിലുള്ള സംസാരമുണ്ട്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗം ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ യഖൂലൂന റബ്ബനാ അത്മിം ലനാ നൂറനാ ഫഗ്ഫിർ ലനാ. ആ ഹശ്റിന്റെ
ഹശറിന്റെ മൈതാനിയിൽ മുഅ്മിനീങ്ങളെ പ്രത്യേകം തിരിച്ചറിയാൻ കഴിയും. അവരുടെ മുഖങ്ങൾ പ്രകാശിക്കുന്നുണ്ടാവും, അവരുടെ കൈകൾ പ്രകാശിക്കുന്നുണ്ടാവും, അവർ ആകമാനം പ്രകാശത്തിലായിരിക്കും. ആ സമയം അതാ ചില മുനാഫിക്കുകൾ വരുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങളെ ഒന്ന് നോക്കണേ, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് പകർന്നു നൽകണമേ. കാരണം പ്രകാശമില്ലാത്തവർ നരകത്തിലേക്ക് പോകേണ്ടവരാണ്, പ്രകാശമുള്ളവർ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. ഈ മുനാഫിക്കുകൾ വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് കുറച്ച് നിങ്ങൾക്ക് തരാൻ കഴിയോ? അവരോട് പറയപ്പെടുന്നു, നിങ്ങൾ നിങ്ങളുടെ പിറകോട്ട് പോകുക, എന്നിട്ട് സ്വന്തം പ്രകാശം നിങ്ങൾ അന്വേഷിച്ചു കൊള്ളുക. മുഅ്മിനീങ്ങളുടെ പ്രകാശം നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അവസാനം അവർ വേർപെടുത്തപ്പെടുമ്പോ ഈ മുനാഫിക്കുകൾ പറയുന്ന ഒരു വർത്താനമുണ്ട്. എന്താണ്? അലം നകും മഅകും ഖാലൂ ബലാ വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും വഗറത്കുമുൽ അമാനി ഹത്താ ജാ അംറുല്ലാഹ് വഗറക്കും ബില്ലാഹിൽ ഗറൂർ. വല്ലാത്തൊരു രംഗാണത്. മുനാഫിക്കുകൾ പറയാണ്, യുനാദൂനം വിളിച്ചിട്ട്, അലം നകും മഅകും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകളല്ലേ, ഞങ്ങൾ നിങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നില്ലേ? ഖാലു, അവരോട് പറയപ്പെടുകയാണ്, ബലാ വലകിന്നകും ഫതൻതും അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ വഞ്ചിച്ചു കളഞ്ഞു. ഫതറബ്ബസ്തും, നിങ്ങൾ എന്തൊക്കെയോ കാത്തിരുന്നു, നിങ്ങൾ എന്തൊക്കെയോ ഊഹിച്ചു. വർതബ്തും വഗറത്കുമുൽ അമാനി, നിങ്ങളുടെ ഊഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്തു. വഗറക്കും ബില്ലാഹിൽ ഗറൂർ, ആ മഹാവഞ്ചകൻ അല്ലാഹുവിന്റെ വിഷയത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്തു എന്ന് ആ മുനാഫിക്കുകളോട് അവരോട് പറയപ്പെടുകയാണ്. ആ സമയത്ത് നടന്ന ഖേദത്തിന്റെ ആധിക്യം എത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. 3 വിഭാഗമായി ഹശറിന്റെ മൈതാനിയിൽ നിന്ന് മനുഷ്യന്മാർ തിരയും. 3 വിഭാഗമായി. അതിലൊരു വിഭാഗം നരകത്തിലേക്കായിരിക്കും, ഒരു വിഭാഗം സ്വർഗത്തിലേക്കായിരിക്കും, ഒരു വിഭാഗം അറാഫിലേക്കായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ അറാഫ്? അവരുടെ നന്മതിന്മകൾ തൂക്കപ്പെടുമ്പോ നന്മയുടെ ആധിക്യം കൊണ്ട് അവരെ നരകത്തിലേക്ക് പറഞ്ഞേക്കാൻ വയ്യ, തിന്മയുടെ ആധിക്യം കൊണ്ട് അവരെ സ്വർഗത്തിലേക്കും പറഞ്ഞേക്കാൻ വയ്യ. രണ്ടിന്റെയും നടുവിലുള്ള അറാഫ് എന്ന പ്രത്യേകമായ മതിലിന്റെ മുകളിൽ ആ മനുഷ്യർ കാലം കഴിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗവാസികൾ യഥാർത്ഥത്തിൽ ഖുർആനിനെ വായിക്കുമ്പോഴല്ലോ നമ്മൾ ഒഴുക്കം മറ്റൊരിക്കലും വായിക്കുക. അതാണ് ഏറ്റവും വലിയ ദുരന്തം. ഖുർആൻ ഒരിക്കലും ഒഴുക്കം മറ്റൊരു വായിക്കരുത്. ഖുർആൻ മനസ്സിരുത്തി നിങ്ങളത് വായിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ. ആ മാശറയിലെ രംഗങ്ങൾ നമ്മുടെ കണ്ണിൽ കാണാൻ നമുക്ക് സാധിക്കും. ആ ഹശറിന്റെ മൈതാനിയിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന സ്വർഗീയ സംഘങ്ങളെ നമ്മുടെ കൺമുന്നിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നവരാണ്. എന്നാൽ മക്കളെ ഖുർആൻ പഠിപ്പിച്ചവർക്ക്, മക്കളെ ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ സഹായിച്ചവർക്ക് ആ പരലോകത്ത് കിട്ടുന്ന വലിയൊരു ബഹുമതിയുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളുടെ മകൻ നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം ആ ഖബറിന്റെ പുറത്ത് അവനെ കാത്തു നിൽക്കുമെന്നാണ് ഖുർആൻ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ എഴുന്നേറ്റ് പോകുന്നത് ഒരു പരിചയമില്ലാത്തൊരു ലോകത്തേക്കാണ്. അവിടെ ആ ലോകത്ത് വലിയ സ്ഥാനം നൽകപ്പെടുന്ന ഖുർആൻ നിങ്ങളുടെ മക്കളെ ആ ഖബറിന്റെ പുറത്ത് കാത്തിരിക്കുന്നതാണ്. അങ്ങനെ ഈ ഖബറിൽ നിന്ന് ഈ മനുഷ്യൻ ഇവന്റെ അമലുകളാകുന്ന ലഗേജൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോ ഈ ഖുർആൻ അവനോട് ചോദിക്കും, നിനക്കെന്നെ അറിയോ? അവൻ പറയും, ഇല്ല. വീണ്ടും ചോദിക്കും, നിനക്കെന്നെ അറിയോ? ഇല്ല. അവസാനം ഖുർആൻ സ്വന്തം പരിചയപ്പെടുത്തി കൊടുക്കും, ഞാൻ നിന്റെ ഖുർആനാണ്, വാ നമുക്ക് പോകാം. പോകുന്ന പോക്കിൽ അവന്റെ വലത് കൈയിലേക്ക് ഖുൽദും ഇടത് കൈയിലേക്ക് മുൽക്കും കൊടുക്കും. എന്താണ് ഖുൽദും മുൽക്കും? കുടിക്കാനും തിന്നാനുള്ള സാധനമല്ല. ഖുൽദ് എന്ന് പറഞ്ഞാൽ അനശ്വരതയാണ്, മുൽക്ക് എന്ന് പറഞ്ഞാൽ രാജാധികാരാണ്. ഇത് രണ്ടും അവന്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് അവനോട് പറയും, ഇഖ്റ മിന്നി, നീ എന്നിൽ നിന്ന് പാരായണം ചെയ്യുക. അങ്ങനെ അവൻ പാരായണം ചെയ്യാൻ തുടങ്ങുന്നതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സൂറത്തുൽ ഫാത്തിഹ തൊട്ട് തുടങ്ങും. ഓരോ ആയത്തുകളും അവൻ പാരായണം ചെയ്യുമ്പോൾ സ്വർഗത്തിന്റെ ഉന്നതമായ മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത പടവുകളിലേക്ക് അവൻ അങ്ങനെ കയറി 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 പോകുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അതേസമയം ഹശറിന്റെ മൈതാനിയിൽ ഈ മാതാപിതാക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, വിചാരണ കാത്ത് പേടിച്ച് കുറച്ച് ബേജാറായിട്ട്. എല്ലാവരും അങ്ങനെ ഉണ്ടാവുക. എങ്ങനെയാണ് ഹശറിൽ നിൽക്കുന്നവർക്ക് നമ്മൾ ചിലപ്പോ ചില ആളുകളെങ്കിലും വിവരമില്ലാത്ത ചില ആളുകളെങ്കിലും വിചാരിക്കും,
നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പഠിച്ചവനെ കാണാൻ പോകല്ലേ, നല്ല ഒരുങ്ങിയിട്ടാണ് നിൽക്കുക. അല്ല, നൂൽബന്ധം പോലും ഇല്ലാതെ ചേലാകർമ്മം പോലും ചെയ്യാത്ത രൂപത്തിലാണ് അള്ളാന്റെ മുന്നിൽ നമ്മളൊന്ന് നിൽക്കുക. ഇത് കേട്ടപ്പോഴാണ് ആയിഷാ റളിയല്ലാഹു ചോദിച്ചത്. ആയിഷാ റളിയല്ലാഹു വളരെ ലജ്ജാവതിയായിരുന്നു, വളരെയധികം ലജ്ജയുള്ള ഒരു സ്ത്രീയായിരുന്നു. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, റസൂലെ ആണും പെണ്ണൊക്കെ ഒരുമിച്ചായിരിക്കൂലേ? അപ്പൊ റസൂൽ തിരിച്ചു പറഞ്ഞത്, അതൊക്കെ നോക്കാൻ ആയിഷ ആർക്കാണ് അവിടെ നേരം? അങ്ങനൊന്നും ആർക്കും ഒന്നും തോന്നൂല. പരസ്പരം നോക്കാനും ആസ്വദിക്കാനുള്ള സ്ഥലല്ലേത്. എല്ലാവരും ബേജാറിലാണ്, പ്രയാസത്തിലാണ്. എന്താവും എന്റെ അവസാനം എന്താവും? ഞാൻ എവിടേക്കാണ് പോകാൻ പോകുന്നത്? എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്? ആ ബേജാറിലായിരിക്കും ആണും പെണ്ണും മുഴുവൻ. ആ അറ്റമില്ലാത്ത ആ ഹശറിന്റെ മൈതാനിയിൽ എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യരുടെ നടുവിൽ എവിടെയോ ഈ ഹാഫിദിന്റെ ഉമ്മയും വാപ്പയും ഉണ്ടാവും. അവരുടെ അടുത്തേക്ക് മലക്കുകൾ എത്തും. ആ മലക്കുകൾ എങ്ങനെയാണ് എത്താന്നറിയോ? അവരുടെ കൈകളിൽ വലിയ സുന്ദരമായ പവിത്രതയുള്ള വസ്ത്രങ്ങൾ ആ മലക്കുകളുടെ കൈകളിൽ ഉണ്ടാവും. എന്നിട്ട് ആ മാതാപിതാക്കളെ ആ വസ്ത്രങ്ങൾ അണിയിക്കുന്നതാണ്, നഗ്നത മറച്ചു കൊടുക്കാൻ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെയുള്ള ആ ഹശറിന്റെ മൈതാനിയിൽ ആളുകൾ മുഴുവൻ പക്ഷെ ശ്രദ്ധിക്കും, എന്താണ് സംഭവിക്കുന്നത്. ഈ മാതാപിതാക്കളും ചോദിക്കും, എന്തിനാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ ബഹുമതി? ഇതായി കാണുന്ന ജനങ്ങൾ മുഴുവൻ നഗ്നരായി നിൽക്കുന്നു, ഞങ്ങൾക്ക് ഇത്രയും വലിയ ബഹുമതി എന്തിനാണ് എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യരോട് മറുപടി നൽകപ്പെടും, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ ഖുർആൻ പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ ബഹുമതി ലഭിക്കുന്നത് എന്ന് അവരോട് പറയപ്പെടുന്ന ആ സമയത്ത് കിട്ടുന്ന ഒരു അഭിമാനബോധം എത്രയും നമുക്ക് ഊഹിക്കാൻ കഴിയില്ലത്. അത്രയും വലിയ അഭിമാനബോധമായിരിക്കും. മാത്രമല്ല, രക്ഷപ്പെടും എന്നതിന്റെ ഒരു സൂചന കൂടിയാണത്. കാരണം അള്ളാഹു ആദരിച്ച ഒരു മനുഷ്യനെ പിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറ്റൂലല്ലോ. രക്ഷപ്പെടും എന്നതിന്റെ സൂചന ആ മാതാപിതാക്കൾക്ക് ലഭിക്കും. അവർക്ക് പിന്നെ സമാധാനമായിരിക്കും. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുമ്പോൾ മതവിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. എപ്പോ അവർ വളർന്നു വരുമ്പോ, കുറെ വലുതായി കഴിയുമ്പോൾ നമുക്കൊക്കെ ചിന്ത വരും, കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം, മതം പഠിപ്പിക്കണം, ഉപ്പാനെ കുറിച്ചുള്ള കടമകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. കാരണം കാലഘട്ടം വളരെ ദുഷിച്ചതാണ്. ഞാൻ രാവിലെ ഫോൺ ഓൺ ചെയ്യുമ്പോ നോട്ടിഫിക്കേഷൻ വന്നത് ഒരു കുട്ടിയുടെ, ഒരു മുസ്ലിമാണെന്ന് പറയപ്പെടുന്ന ഒരു കുട്ടിയുടെ ഇന്റർവ്യൂ ആണ്. അപ്പൊ ഞാൻ എന്താണെന്ന് നോക്കാൻ തുറന്നപ്പോ കണ്ടത്, താൻ പ്രേമിക്കുന്ന വേറൊരു പെൺകുട്ടിയുമായി ജീവിക്കാൻ ഉള്ള അവകാശ പോരാട്ടത്തിന് വേണ്ടി മുദ്രയാണപ്പെടുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കാക്കമാരെ, നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? പെണ്ണും ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കണം, ആണും ജീവിക്കാം. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് സമുദായം. ഇതൊക്കെ നോർമലൈസ് ചെയ്യപ്പെടാണ്. ഇതൊക്കെ സാധാരണഗതിയിലുള്ള സംഗതികളല്ല. നിങ്ങൾ നമ്മുടെ MSMന്റെ കുട്ടികളോട് വിളിച്ച് ചോദിച്ചു നോക്കുക, അവരെന്താ ഇങ്ങനെ മറുപടി പറയാ? അവരെങ്ങനെ ജീവിച്ചോട്ടെ, നമുക്ക് എന്താണ് പ്രശ്നം എന്നാണ് അവർ മറുപടി പറയാ. ആ ഒരു ദുരന്തത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എത്ര കൃത്യമായി ഇവിടെ പുലർന്നു. എന്താ റസൂൽ പറഞ്ഞത്? നടുറോഡിൽ വെച്ച് കഴുതകളെ പോലെ ഇണചേരുന്ന മനുഷ്യരെ കണ്ടാൽ, വ്യഭിചാരം നടക്കുന്നത് കണ്ടാൽ, അങ്ങ് അവരോട് ഒരു മറയിൽ പോയിട്ട് ചെയ്തൂടെ എന്ന് ചോദിക്കാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ വേണം. എന്നാലേ ചോദിക്കും. കാരണം അത് എന്തുകൊണ്ടാണ് അങ്ങനെ? ആ ചോദിക്കുന്നത് തെറ്റായി മാറും, ആ ചോദിക്കുന്നത് വലിയ തിന്മയായി മാറും, വലിയ അപരാധമായി. ഒന്ന് അതാണ്. സുവർണാനുരാഗത്തെ കുറിച്ചോ വ്യഭിചാരങ്ങളെ കുറിച്ചോ +1 +2 പഠിക്കുന്ന കുട്ടികൾ പരസ്പരം കാട്ടിക്കൂട്ടുന്ന കാമക്കേടികളെ കുറിച്ചോ ആരെങ്കിലും സംസാരിച്ചാൽ അവനാണ് വലിയ തെറ്റുകാരൻ. ബഹുമാനപ്പെട്ട കോടതി അടുത്ത കാലത്ത് വേശ്യാവൃത്തി പോലും നിയമവൽക്കരിച്ചു. ഇനി നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന ദുരന്തങ്ങൾ ഗവൺമെന്റ് അംഗീകൃത വേശ്യാലയം അധിക ദൂരമല്ല. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലഹരിയാണെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും ഉപയോഗിച്ചു എന്ന് നമുക്ക് സംശയം തോന്നിയാൽ വായി മണപ്പിച്ചാൽ കണ്ണിങ്ങനെ നോക്കിയാലൊക്കെ രക്ഷിതാക്കൾക്ക് മനസ്സിലാവും. ഇന്നൊന്നും മനസ്സിലാവില്ല. ഈ കഴിഞ്ഞ റമദാനിൽ ഒരു കുട്ടിയെയും കൂട്ടിയിട്ട് ഒരാൾ പള്ളിയിലേക്ക് വന്നു. തറാവിക്കാണ് വന്നത്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ വരുന്നു പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു കഞ്ചാവിനോ മയക്കുമരുന്ന് അടിമപ്പെട്ട കുട്ടിയാണ്, ഓനൊന്ന് ഉപദേശിക്കണം, ഒന്ന് നന്നാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. ഇവരുടെ കൂടെ ഒരു കുട്ടി വന്നു. അപ്പൊ നോക്കുമ്പോ 2 റക്അത്ത് കഴിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ഇങ്ങനെ വൃത്തിയിൽ നിസ്കരിക്കുന്നുണ്ട് ഒരു കുട്ടി. ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ട് വാങ്ങാൻ പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങോട്ട് പോകുന്ന പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇരിക്കുന്ന പറയുമ്പോൾ ഇരിക്കുന്നുണ്ട്.
അത്ഭുതപ്പെട്ടു. എന്തൊരു അച്ചടക്കാണ്, എന്തൊരു അനുസരണയാണ്. അപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇവരെന്നോട് പറഞ്ഞു, ഇവനാണ് ആ പറഞ്ഞ കുട്ടി. ഞാൻ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ഇവനൊരു പ്രശ്നമില്ലല്ലോ, ഇവൻ എത്ര നന്നായിട്ടാണ് നിസ്കരിക്കുന്നത്, ഇവൻ എത്ര നന്നായിട്ടാണ് അനുസരിക്കുന്നത്, ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ അവര് പറഞ്ഞു, അത് ആ അടിച്ച ലഹരിയിലാണുള്ളത്. അത് കഴിഞ്ഞാൽ, ലഹരി കഴിഞ്ഞാൽ ഒരു സ്വഭാവം മാറും. ലഹരി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഉമ്മാന്റെയും വാപ്പാന്റെയും പൊന്നും മോന്നൊക്കെ പറയില്ലേ, അതുപോലെ സൽസ്വഭാവിയായി മാറും. ഭയങ്കര നിസ്കാരം, ഭയങ്കര ദുആ, ഇതൊക്കെ ആയിരിക്കും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചോ കാലത്തിന്റെ പോക്ക്. സുബ്ഹാനല്ലാഹ്, നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല നമ്മുടെ മക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. പല പേരുകളിലും പല ഭാവത്തിലും പല രൂപത്തിലും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ശാരീരികമായ ദൂഷ്യഫലങ്ങളെ കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നതല്ല. അത് ഫലം ചെയ്യില്ല. മറിച്ച് നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ആ പരലോകം, അള്ളാഹുവിന്റെ മുന്നിലുള്ള വിചാരണ, മോളെ എന്നെയും നിന്നെയും കാത്തിരിക്കുന്നുണ്ട് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കല്ല, ജീവിതത്തിൽ പ്രവർത്തിച്ച് കാട്ടിക്കൊടുക്കണം. നമ്മുടെ കരഞ്ഞ് ദ്വാ ചെയ്യുന്നത് അവരെ കാണാൻ പ്രിയപ്പെട്ടവരെ. നമ്മുടെ തഹജ്ജുദിന് എഴുന്നേറ്റ് അള്ളാന്റെ മുന്നിൽ കരയുന്നത് നമ്മുടെ മക്കൾ കാണണം. നിങ്ങൾ ഒരു കൊല്ലം മുഴുവൻ ഇരുന്നിട്ട് ഉപദേശിക്കുന്നതിനേക്കാൾ ഫലമുണ്ട്. എന്റെ ഉമ്മ ഞാൻ നോക്കുമ്പോ എന്റെ ഉമ്മ 3:30 എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. നമസ്കാരത്തിൽ എന്റെ ഉമ്മ കരയുന്നു. അതാണ് ഒരു കുട്ടിക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശം. ഒരു കുട്ടിക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഉപദേശം അതാണ്. അതിനേക്കാൾ ഒരു ഉപദേശം ഒന്നും കൊടുക്കാൻ പറ്റൂല. ആ ഉപദേശമാണ് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് നൽകിയത്, സഹാബത്ത് അവരുടെ മക്കൾക്ക് നൽകിയത്. ലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഇസ്ലാമിക യുഗപുരുഷന്മാര് മുഴുവനും വളർത്തപ്പെട്ടത് അങ്ങനെയാണ്. പ്രവർത്തനത്തിലൂടെയാണ് അവർ പഠിപ്പിക്കപ്പെട്ടത്, പ്രസംഗങ്ങളിലൂടെയും ഉപദേശങ്ങളിലൂടെയും അല്ല. നിങ്ങളുടെ ഉപദേശങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ട, അവർക്ക് അരോചകമാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ മിടിപ്പിൽ നിന്ന് അവർ ഒപ്പിയെടുക്കട്ടെ. എന്താണ് എന്റെ ഉമ്മ പറയുന്നത്, എന്താണ് എന്റെ ഉപ്പ പറയുന്നത്, അങ്ങനെ ഒപ്പിയെടുക്കട്ടെ. എങ്കിലേ മക്കളെ രക്ഷിക്കാൻ കഴിയൂ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരുന്ന കാലഘട്ടത്തിലുള്ള എല്ലാ ഫിത്നകളിൽ നിന്നും നമ്മളെയും നമ്മുടെ മക്കളെയും രക്ഷിക്കുമാറാകട്ടെ. സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാഥ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേയുള്ള ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ സംശുദ്ധമാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റബ്ബേ. മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ വക്താക്കളാകാനും പ്രചാരകരാകാനും മരിക്കുന്ന സമയം ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ആ സത്യ കലിമത്ത് ചൊല്ലിക്കൊണ്ട് വിട പറയാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. هذا والله أعلم والسلام عليكم ورحمة الله.